നമ്മുടെ ഷാനവാസിക്ക അനുമോളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് തുടങ്ങിയത്, എന്താണ് തുടങ്ങിയത് എന്നൊക്കെ ഷാനവാസിക്ക ആകെ ബ്ലെൻഡർ അടിച്ചിരിക്കുക. അനുമോൾ പറഞ്ഞു, ചേട്ടാ ഞാനിത് തമാശയ്ക്കാണ് എടുത്തത്. അപ്പം ഷാനവാസിക്ക പറഞ്ഞിട്ട് ഞാനും ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ബിക്കോസ് ഞാനും ഇവൻ എങ്ങനെ ഇത് പറഞ്ഞു എന്നുള്ളതിൽ ഞാനും കൺഫ്യൂഷനാണ്. അപ്പം അനുമോൾ പറയണ, ചേട്ടാ എൻ്റെ അടുത്ത് പുറത്ത് വെച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും സംസാരിച്ചിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഈ അനീഷേൻ്റെ കാര്യം ആയതുകൊണ്ടാണ് ഇനി പുറത്തിറങ്ങുമ്പോൾ അനീഷേൻ്റെ ആൾക്കാർ എന്നെ പഞ്ഞിക്കിടുമെന്നുള്ള പേടിയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഷാനവാസിക്ക ചോദിക്കുകയാണ്, ശരിക്കും നിനക്ക് അനീഷിനോട് ഇഷ്ടമുണ്ടോ? അപ്പോൾ അനുമോൾ, എൻ്റെ പൊന്നു ചേട്ടാ എനിക്കില്ലാന്ന് പറഞ്ഞിട്ട് ഷാനവാസിക്കയുടെ തലേ തൊട്ട് സത്യമൊക്കെ ചെയ്യാണ്. എന്നിട്ട് അനുമോൾ പറയാണ്, ഇത് ബിഗ് ബോസ് കൊടുത്ത സീക്രട്ട് ടാസ്ക് ആണെങ്കിലോ? അപ്പോൾ ഷാനവാസിക്ക പറഞ്ഞു, ഒരിക്കലും അനീഷ് അങ്ങനെ ടാസ്ക് ആയിട്ടുള്ള രീതിയിലൊന്നും ചെയ്യാൻ സാധ്യത കുറവ്, അവൻ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷേ ബിഗ് ബോസ് പറയുന്നത് മാത്രം കേൾക്കുന്ന ആളല്ലേ, ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിലോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ അനുമോൾ പറയുന്നുണ്ട്, ഇതിപ്പോഴങ്ങ് തുടങ്ങിയതെല്ലാം തോന്നുന്നു ചേട്ടാ, ഇത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഓവറായിട്ടുള്ള സ്നേഹവും കെയറിങ്ങും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസിക്ക പറയുന്നുണ്ട്, നീയും കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നിൻ്റെ ബിഹേവിയർ ആണ് മേ ബി ഇതിനൊക്കെ തുടക്കം കുറിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നീയും ഇതുപോലെ സ്നേഹമുള്ള ആളെ പോലെയല്ലേ അവൻ്റെ അടുത്ത് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ചേട്ടാ അതൊക്കെ ഞാൻ തമാശയ്ക്ക് ചെയ്തതാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ തമാശയ്ക്ക് ചെയ്തല്ലേ. ഇക്കായും എന്നെ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നതല്ലേ, ഇക്കയും ഇതിനകത്തൊരു കാരണമാണ്, ഞാൻ മാത്രമല്ല കാരണം എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസിക്ക പറയുന്നുണ്ട്, ഈ തമാശ കോമഡി എന്നൊക്കെ പറയുമ്പോൾ ഒരു കോമഡി സിനിമ കണ്ടിട്ട് ചിരിക്കാത്ത മനുഷ്യനാണ് തിയേറ്ററിൽ പോയിട്ട് ആ ആളുടെ അടുത്ത് പോയിട്ട് കോമഡി കാണിച്ചു കഴിഞ്ഞാൽ ആ ആൾ സീരിയസ് ആയിട്ടല്ലേ എടുക്കത്തുള്ളൂ. നിൻ്റെ കോമഡിയൊക്കെ സീരിയസ് ആക്കിയിട്ട് അവൻ അതൊക്കെ ആസ്വദിക്കുമായിരുന്നു. ശരിക്കും നീ സ്നേഹം കൊടുത്ത് അവനെ പ്രലോഭിപ്പിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അനുമോൾ അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പം നമ്മുടെ ഷാനവാസിക്ക പറയാണ്, ലവ് ട്രാക്കൊക്കെ വർക്കൗട്ടായാൽ നല്ലതാണ്, എന്തായാലും നീയും അതുപോലല്ലേ കാണിച്ചത്, അപ്പം അവനെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല, നീയും ഒരു കാരണക്കാരിയാണ്. അപ്പം നമ്മുടെ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ കാരണക്കാരിയാണെങ്കിൽ ഇക്കയും കാരണക്കാരനാണ് എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. പിന്നെ പറയാണ്, നിങ്ങൾ എന്നെ പ്രാങ്ക് ചെയ്യാണോ എന്ന് ഷാനവാസിക്ക ചോദിക്കുന്നു. അപ്പോൾ അനുമോൾ പറയണത്, ശരിക്കും നിങ്ങളാണ് എന്നെ പ്രാങ്ക് ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഷാനവാസിക്ക ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ നാളെ ചോദിക്കുമ്പോൾ നീ എന്താ മറുപടി പറയാൻ പോകുന്നത്? അപ്പോൾ അനുമോൾ പറയാണ്, അത് മാത്രമേ ഉള്ളിക്ക എനിക്കൊരു പേടി, എന്തായാലും ലാലേട്ടൻ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എന്താ മറുപടി പറയേണ്ടതെന്നൊക്കെ എനിക്കറിയാം, അതെന്തായാലും ഞാനിപ്പോൾ പറയുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഷാനവാസിക്ക ചോദിക്കുന്നുണ്ട്, അപ്പം നീ ഇഷ്ടമാണെന്ന് പറയാൻ പോവാണോ? അപ്പോൾ അനുമോൾ പറയാണ്, ഞാനങ്ങനൊന്നും പറയാൻ പോവല്ല, ഷാനവാസിക്കയ്ക്ക് എന്താ എൻ്റെ ലൈഫ് വെച്ച് ഞാൻ കളിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ മറുപടി കൊടുക്കുന്നുണ്ട്.